2025 ആണല്ലോ. എന്താണ് 2025 നിങ്ങളുടെ പുതിയ പ്രോജക്ട്സ് ഒക്കെ, അതിനെ കുറിച്ചൊക്കെ ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഷാനിക്കയുടെ ഇപ്പൊ മാർക്കോ ഒക്കെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. 2025 ആക്ച്വലി കുറെ പ്രോജക്ട്സ് ഉണ്ട് എന്നൊക്കെ ആയിരിക്കും. അല്ല, ഞാൻ അങ്ങനെ ഓടി നടന്ന് പ്രോജക്ട്സ് എടുക്കുന്നില്ല ഇപ്പം. കുറച്ച് ട്രാവൽ, കുറച്ച് ഈ പറഞ്ഞ പോലെ ഷോസ് നമ്മൾ ഒരുമിച്ചുള്ളത്, അങ്ങനെയുള്ള ഒരു മൂഡിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഒരു 3-4 നല്ല പടങ്ങൾ ഇപ്പം ഉണ്ട്. അതിൻ്റെ ഒക്കെ വർക്ക് നടക്കുന്നു. ഇപ്പം വിനീത് ഡയറക്റ്റ് ചെയ്യുന്ന പടം, അത് ഫുൾ കമ്പോസിങ് കഴിഞ്ഞു. അതിൽ ഈ പറഞ്ഞ പോലെ ഹരി പാടിയിട്ടുണ്ട്, പിന്നെ ഹിഷാം, ജോബ്, ബബ്ബ ഉണ്ട്, അത് ചിത്ര ചേച്ചി പാടി. ആട് 3 വരുന്നുണ്ട്. പിന്നെ വേറെ 2-3 കഥകളും ഞാനിങ്ങനെ കേട്ടിങ്ങനെ ഇരിപ്പുണ്ട്. അതിൻ്റെയൊക്കെ വർക്ക് ഇപ്പം സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ദീസ് ആർ ദ തിങ്സ് 2025 ലുക്കിംഗ് ഫോർവേഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സംഭവങ്ങൾ. താങ്ക് യു. ശരത് സർ. യെസ് സാർ. അല്ല, എൻ്റെ വക എന്ന് പറയുമ്പോൾ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള TK രാജീവ് കുമാർ സാറിൻ്റെ, ലാൽ സാറിൻ്റെ പ്രൊഡക്ഷൻ, മോഹൻലാൽ അണ്ണാച്ചി അഭിനയിക്കുന്ന ചിത്രം, അത് പ്രധാനം. പിന്നെ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട സംവിധായകൻ സിബി മലയിൽ സാറിൻ്റെ ഒരു ഫിലിം. അപ്പോൾ സിന്ദൂരരേഖ, സാഗരസാക്ഷി സിന്ദൂരരേഖയ്ക്ക് ശേഷം സിബി ചേട്ടനായിട്ട് വർക്ക് ചെയ്യുന്ന ഫിലിമാണ്. അത് കുറേ സന്തോഷം. പിന്നെ അതിയമാൻ എന്ന് പറഞ്ഞ് തമിഴ് ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെ 2 ഫിലിം ചെയ്യുന്നുണ്ട്. പിന്നെ അല്ലാതെ 2 നല്ല ചെക്കന്മാരുടെ 2 പടം ചെയ്യുന്നുണ്ട്. ഇതാണ് എൻ്റെ അവസ്ഥ. അതുമാത്രമല്ല, എനിക്ക് 2025 എനിക്കുള്ളൊരു സന്തോഷം തരുന്നതെന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റത്തിരിക്കുന്ന ആ ചെക്കൻ, ആ താടി വെച്ചവൻ, ആ താടി വെച്ചവനെ കൊണ്ട് ഞാനൊരു ഉഗ്രം പാട്ട് പാടിക്കും. നമ്മളെപ്പോഴും പറയുന്നുണ്ട് അവൻ എന്താണ് ഈ MG രാധാകൃഷ്ണൻ ചേട്ടൻ്റെ ഫാമിലിയിൽ നിന്ന്, അല്ലെങ്കിൽ MG അണ്ണാച്ചിയുടെ ഫാമിലിയിൽ നിന്ന് വന്നതുകൊണ്ട് ഒരിക്കലുമല്ല, അവൻ്റെ ടാലൻറ്റിനാണ്. അല്ലാതെ അങ്ങനെയുള്ള ഒരു ബന്ധമല്ലോ. രാധാകൃഷ്ണൻ ചേട്ടനായിട്ട് അത്ര അടുപ്പമുണ്ട് എനിക്ക്, MG അണ്ണായിട്ട് അതിൻ്റെ അപ്പുറത്തുണ്ട്. അതൊന്നുമല്ല, അതിലൊന്നും ഇവിടെ വിഷയമല്ല. ടീച്ചറുമായിട്ട്, ഓമനക്കുട്ടി ടീച്ചർ അത്രയും അടുപ്പമുണ്ട് ടീച്ചറുമായിട്ടൊക്കെ. അതൊന്നുമല്ല, ഇവൻ്റെ ടാലൻറ്റിന് എനിക്കൊരു നല്ല പാട്ട് കൊടുക്കണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ചുമ്മാ വിളിച്ചിട്ട് ഹരിശങ്കര വന്ന് കാക്കേ പറന്നു പോയോ അങ്ങനൊരു അലമ്പ പാട്ട് എനിക്ക് പാടിക്കണ്ടെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ കൊടുക്കാറ്. നല്ലൊരു കോമ്പോസിഷൻ. അല്ല, ഒരു ചുമ്മാ ഒരു കഴമ്പുമില്ലാതെ, അത് മഹാവൃത്തിയാണ്. അത് അങ്ങനെ കമ്പോസ് ചെയ്ത് സ്വന്തം പാടിക്കും. എന്നാൽ ഇപ്പൊ അതിനടുത്ത വരി എന്തായിരിക്കും? പറന്നു പറന്നു പോയോ. ഇല്ല, പണ്ട് പറയത്തില്ല, കാക്ക പറ 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 പറ, അണ്ണാൻ പറ പറ എന്ന് പറയും. നമ്മൾ കൈപൊക്കിയാ തോറ്റു, അങ്ങനെ ഒരു കളി ഓർമ്മയുണ്ടോ? ഏതാ? എന്റെ അമ്മ പറഞ്ഞേ കേട്ടിട്ടുണ്ട്. ഓഹോ, കൈമാറി അല്ല, സത്യമായിട്ടും അമ്മ പറഞ്ഞേ കേട്ടിട്ടുണ്ട്. ഹരിച്ചേട്ടാ, ഇപ്പൊ കേട്ട ഒരു വാർത്തയാണ്, സന്തോഷ വാർത്ത. ഒരു പ്രോജക്ട് ലോക്കായി. പിന്നെ ഒരു പ്രോജക്ട് അടുത്ത ജഡ്ജിന്റെ. അതെ, അത് നമ്മുടെ വിനീതേട്ടന്റെ നെക്സ്റ്റ് ഡയറക്ഷനിലുള്ള നല്ല പാട്ടാ. അത് ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു കൈൻഡ് പാട്ട് പാടിയിട്ടില്ല. ഷാനിക്ക് അങ്ങനത്തെ ഒരു സാധനം ചെയ്തിട്ടില്ല. ഭയങ്കര ഡിഫറെന്റ് സോങ് ആണ്. ഷാനിക്കിപ്പോ ചെയ്യാത്ത പരിപാടികളൊക്കെ ചെയ്തോണ്ടിരിക്കല്ലേ. മാർക്കോ മാസിൽ ഇറങ്ങി വരുന്നു എന്ന് എന്റെ മറ്റൊരു മുഖം ലോകം കാണട്ടെ എന്ന് കരുതി. ലോകമുള്ളു കാണാൻ, ഞങ്ങളൊക്കെ കണ്ടതാ. ഒരു ചിരിയെ മാസമായിട്ട് ചിരിച്ചു വന്നായിരുന്നു. മിണ്ടാരി അവിടെ ഇരിക്കട്ടെ, ഇനി ഇവരാരും മിണ്ടണ്ട. പാറു, നീ പറയൂ. അയ്യോ, ഹരിച്ചേട്ട പിന്നെ കുറച്ച് ഫിലിംസ് പാടി. ഇപ്പം നെക്സ്റ്റ് ഉടനെ ഇറങ്ങുന്നത് ലവ്ലി എന്ന് പറഞ്ഞ മൂവിയിലൊരു പാട്ടാണ്. നമ്മുടെ വിഷ്ണു വിജയ് മ്യൂസിക് ചെയ്ത ഒരു സോങ് ആണ്. അതും ഞാൻ ഇതുവരെയും അങ്ങനെ ഒരു പാട്ട് ചിന്തിച്ചിട്ട് പോലും ഇല്ല. അത് വിഷ്ണു ചേട്ടൻ എന്നെ പാടിച്ചെടുത്താണ്. ഞാൻ ആദ്യമേ വിഷ്ണു ചേട്ടൻ ചോദിച്ചതാണ്, ഇത് ഞാൻ പാടി കൊള്ളായിരിക്കുമെന്നാണ് ഞാൻ ചോദിച്ചത്. കാരണം അത് ഞാൻ അങ്ങനെ ഒരു സോങ് പാടിയിട്ടില്ല. ഫുൾ റാപ്പും അങ്ങനത്തെ ഒരു വേറൊരു പരിപാടിയാണ്.